ഷൈൻ സാർ നയിക്കുന്ന മാജിക് മൈൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മിറാക്കിൾ മോർണിംഗ് ട്രാവലിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നമുക്ക് ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ അത്ഭുതകരമായ ഈ പ്രഭാതയാത്ര ഇന്ന് 15 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 16ാമത്തെ ദിവസത്തിലാണ് നാം എന്നുള്ളത്. നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ നമ്മുടെ ആത്മാവിനെ തുടച്ച് വൃത്തിയാക്കി സംസ്കരിച്ച് ജീവിത വിജയങ്ങളും സന്തോഷങ്ങളും ഏറ്റുവാങ്ങാൻ കെൽപ്പുള്ള ഒരു ആത്മാവാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നാം അധിവസിക്കുന്ന ഈ ഭൗതിക പരിതസ്ഥിതികള്, നമ്മുടെ എവിടെ നോക്കിയാലും യുദ്ധങ്ങള്, ദുരിതങ്ങള്, വേദനകള്, പുറത്ത് സംഘർഷങ്ങൾ. ഇതിലേറെ സംഘർഷങ്ങൾ ഉള്ളത് നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ഹൃദയത്തില്, നമ്മുടെ ഉള്ളിൽ ഇതിലേറെ സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഷേക്സ്പിയർ പറഞ്ഞ പോലെ ലൈഫ് ഇസ് എ ടൈൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂരി സിഗ്നിഫൈങ് നത്തിങ്. ശബ്ദകോലാഹലങ്ങൾ നിറഞ്ഞ യാതൊരു പ്രാധാന്യവുമില്ലാത്ത ഒരു വിഡ്ഢി പറഞ്ഞ കെട്ടുകഥയാണ് ജീവിതം എന്നാണ് ഷേക്സ്പിയർ ജീവിതത്തെ നിർവഹിച്ചത്. അതിൽ നിന്നെല്ലാം നാം വ്യത്യസ്തമായി നമ്മുടെ ആത്മാവിനെ സംസ്കരിച്ച് എവിടെ സമാധാനവും സന്തോഷവും വിജയവും കണ്ടെത്താം എന്ന ഒരു പരിശീലനത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ മാർഗത്തില്, ഈ ആത്മസംസ്കരണത്തിന്റെ പാതയില് സഞ്ചരിച്ചവരുടെ സാരോപദേശങ്ങള്, അവരുടെ ഉപദേശങ്ങളും അവരുടെ ഉത്ബോധനങ്ങളും നമുക്കെന്നും വെളിച്ചവും വഴികാട്ടിയുമാണ്. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു കഥ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. നമുക്കറിയാം, ഭൂമിയുടെ ചിന്തകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു ശിഷ്യന്റെ കഥയാണിത്. പഴയ തുർക്കി നഗരത്തില് അസീസ് എന്ന പേരിൽ ഒരു അന്ധനായ ഒരു പാട്ടുകാരൻ, ഒരു സംഗീതജ്ഞൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വിരലുകൾ സ്പർശിക്കാത്ത, ആ മാന്ത്രിക വിരലുകൾ സ്പർശിക്കാത്ത ഒരു വാദ്യോപകരണങ്ങളും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഹൃദയസ്പർശിയായ ഗാനങ്ങൾ ആ ഗ്രാമങ്ങളിലുടനീളം അലയടിച്ചുകൊണ്ടേയിരുന്നു. ദുഃഖിതരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്വാസമായിരുന്ന ആ ഗാനങ്ങൾ സന്തുഷ്ടരായവരെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ കൂടുതൽ ആനന്ദവും നൽകി. കാഴ്ചയില്ലാത്തതിനാൽ ലോകത്തെ ആ അസീസ് എന്ന പാട്ടുകാരൻ അറിഞ്ഞത് ശബ്ദങ്ങളിലൂടെയും സ്പർശനത്തിലൂടെയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയം കേൾക്കുന്നതിലും അനുഭവിക്കുന്നതിലും ഒരു അസാധാരണമായ കഴിവ് നേടുന്നു. എല്ലാത്തിനും ഉൾക്കൊള്ളാൻ, തിരിച്ചറിയാൻ, അനുഭവിച്ചറിയാനുള്ള കെൽപ്പ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിനുണ്ടായിരുന്നു. ഒരു ദിവസം റൂമിയുടെ ശിഷ്യൻ ഈ പഴയ തുർക്കി നഗരത്തിലെത്തി. അദ്ദേഹം അസീസിന്റെ പാട്ട് കേൾക്കാനിടയായി. ആ പാട്ടുകാരന്റെ, അസീസിന്റെ ലളിതമായ വസ്ത്രധാരണ രീതിയും അന്ധമായ അല്ലെ കാഴ്ചയില്ലാത്ത ആ കണ്ണും ഈ റൂമിയുടെ ശിഷ്യനെ അത്ഭുതപ്പെടുത്തി. ആ അന്ധനായ പാട്ടുകാരൻ വായിക്കുന്ന ഓരോ ഈണത്തിലും ഒരു അഗാധമായ ആത്മാവുണ്ടെന്ന് ഈ റൂമിയുടെ ശിഷ്യൻ തിരിച്ചറിഞ്ഞു. ആ ശിഷ്യൻ ഉടനെ തന്നെ അസീസിനെ എന്ന പാട്ടുകാരൻ സമീപിച്ചു. വളരെ ബഹുമാനത്തോടുകൂടി വന്ദനത്തിന് ശേഷം അദ്ദേഹത്തോട് ചോദിച്ചു, ഗുരു, അങ്ങ് വായിക്കുന്നത് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുന്നു. അങ്ങയുടെ സംഗീതത്തിൽ ഒരു ദിവ്യത്വം, ഒരു ദിവ്യ സ്പർശം ഞാൻ ദർശിക്കുന്നു, ഞാൻ കാണുന്നു. അസീസ് വിനയത്തോടെ പുഞ്ചിരിച്ചു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, എന്റെ കണ്ണുകൾക്ക് ലോകത്തെ കാണാൻ കഴിയില്ല എന്നത് സത്യമാണ്. പക്ഷെ എന്റെ ഹൃദയം എല്ലാത്തിനെയും കാണുന്നു. അകക്കണ്ടുകൊണ്ട് ലോകത്തെ തൊട്ടറിയാൻ എനിക്ക് സാധിക്കുന്നു എന്ന് ഈ പാട്ടുകാരൻ പറയുകയാണ്. ഓരോ ശബ്ദത്തിലും ഓരോ സ്പർശനത്തിലും ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നു. ആ അനുഭവത്തെ ആ സംഗീതത്തിലൂടെ ഞാൻ മറ്റുള്ളവരുമായി പങ്കുവെക്കുകയാണ് എന്നാണ് ഈ പാട്ടുകാരൻ ഈ ഭൂമിയുടെ ശിഷ്യനോട് പറയുന്നത്. ഈ വാക്കുകൾ ശിഷ്യനെ അദ്ദേഹത്തെ ആഴത്തിൽ അവന്റെ ഹൃദയത്തെ സ്പർശിച്ചു. പക്ഷെ ഗുരു, അവൻ ചോദിച്ചു, ഈ ശിഷ്യൻ അസീസിനോട്, ഗായനോട് ചോദിക്കാണ്, ലോകം നിറയെ ദുരിതങ്ങളും വേദനകളുമല്ലേ, അങ്ങയുടെ ഹൃദയം എങ്ങനെയാണ് ഇത്ര മനോഹരമായ സന്തോഷം നിറഞ്ഞ ഗാനങ്ങൾ ആലപിക്കുന്നത്? ഇത് അസീസിനെ വളരെ നിശബ്ദനാക്കിക്കൊണ്ട് ഒരു നിമിഷം ചിന്താമഗ്നനാക്കി മാറ്റി. പിന്നെ അവൻ തന്റെ വാദ്യോപകരണം എടുത്ത് പുതിയൊരു ഈണം വായിക്കാൻ തുടങ്ങി. അത് ദുഃഖത്തിന്റെയും നഷ്ടത്തിന്റെയും കഥ പറയുന്നതായിരുന്നു പുതിയ ഗാനം. ഇത് ശ്രോതാക്കളുടെ കണ്ണീരിന് ധാരതയായി കണ്ണീരിൽ പൊഴിയാനിടയായി. ആ വിലാപത്തിനിടയിലും ഒരു നേരിയ പ്രകാശരശ്മി ഒളിപ്പിച്ചിരിക്കുന്നത് ദർശിക്കാനായി. സഹനത്തിന്റെ സൗന്ദര്യവും
നഷ്ടത്തിൽ നിന്ന് വരുന്ന ശക്തിയും അതിൽ പ്രതിധ്വനിച്ചു ആ ഗാനത്തിലൂടെ. ഈ ഈണം അവസാനിച്ചപ്പോൾ ഈ അസീസ് പറഞ്ഞു, പ്രിയപ്പെട്ട സുഹൃത്തെ, ലോകത്തിലെ ദുരിതങ്ങളെ ഞാൻ കാണുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ അവയെ അനുഭവിക്കുന്നു, എന്റെ ഹൃദയം അവയോടൊപ്പം കരയുന്നു. പക്ഷേ ആ വേദനകൾക്കപ്പുറം ഒരു സൗന്ദര്യമുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, നമ്മോടൊപ്പമുണ്ട് എന്ന ഒരു തോന്നൽ. നമ്മുടെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ ഒരു നാളം എപ്പോഴും കെടാതെ സൂക്ഷിക്കുന്നുണ്ട്. എന്റെ സംഗീതം ആ നാളത്തെ കണ്ടെത്താനും മറ്റുള്ളവരുമായി പങ്കുവെക്കാനുമുള്ള എന്റെ ഒരു എളിയ ശ്രമമാണ്. റൂമിയുടെ ശിഷ്യൻ ഈ അസീസിന്റെ, ഈ പാട്ടുകാരന്റെ ആഴത്തിലുള്ള കാഴ്ചയെയും ഹൃദയത്തിന്റെ ശക്തിയെയും ഓർത്ത് വിസ്മയം പൂണ്ടു. കാഴ്ചയില്ലാത്ത കണ്ണുകൾ, അന്ധമായ ആ കണ്ണുകൾക്ക് ലോകത്തെ കാണാൻ കഴിയുന്നില്ലെങ്കിലും അസീസിന്റെ ഹൃദയം അവന്റെ ഉൾക്കണ്ണുകൊണ്ട് അല്ലെങ്കിൽ അകക്കണ്ണുകൊണ്ട് എല്ലാ ദുരിതങ്ങൾക്കും അപ്പുറം സ്നേഹത്തിന്റെയും പ്രകാശത്തിന്റെയും ഒരു ലോകം കണ്ടിരുന്നു. റൂമി പഠിപ്പിച്ചതുപോലെ തന്നെ ബാഹ്യമായ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത സത്യങ്ങളെ ഹൃദയത്തിന്റെ ഉൾക്കാഴ്ചയിലൂടെ, അകക്കണ്ണിലൂടെ അറിയാൻ കഴിയും എന്ന് ഈ ശിഷ്യൻ മനസ്സിലാക്കി. പിന്നീട് അങ്ങോട്ട് റൂമിയുടെ ശിഷ്യൻ ലോകത്തെ പുതിയ ഒരു കണ്ണിലൂടെ നോക്കിക്കാണാൻ തുടങ്ങി. അവൻ ബാഹ്യമായ കാഴ്ചകൾക്കപ്പുറം ഓരോ വ്യക്തിയുടെയും ഓരോ അനുഭവത്തിന്റെയും ആഴങ്ങളിലേക്ക് ശ്രദ്ധിച്ചു. ഇത് അവന്റെ ഈ അസീസിന്റെ സംഗീതം എപ്പോഴും ഉള്ളിൽ നിന്ന് ഇത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. യഥാർത്ഥത്തിൽ നാം തിരിച്ചറിയേണ്ടത് യഥാർത്ഥ കാഴ്ച ഹൃദയത്തിൻ്റെതാണ്. സ്നേഹത്തിന്റെയും സഹാനുഭൂതിയുടെയും ലോകത്തെ അറിയാനും അനുഭവിക്കാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ദുരിതങ്ങൾക്കിടയിൽ വ്യക്തിപരമായി ഒരുപാട് ദുരിതങ്ങളും വിഷമങ്ങളും വ്യസനങ്ങളും ഉള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിനെല്ലാം ഉപരിയായി ദൈവത്തിന്റെ സാമീപ്യം നമ്മോടൊപ്പം ഉണ്ടെന്നുള്ള ചിന്തയും എല്ലാത്തരം ദുരിതങ്ങൾക്കിടയിലും ഒരു സൗന്ദര്യവും സന്തോഷവും പ്രകാശവും കണ്ടെത്താൻ കഴിയുന്ന ഒരു ആന്തരിക ലോകം നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആ ലോകത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതിന് നമുക്ക് ആ ലോകത്തെ തിരിച്ചറിയുന്നതിനുള്ള ഒരു വഴികാട്ടിയാണ്, ഒരു നിമിത്തമാണ്, ഒരു വെളിച്ചമാണ് യഥാർത്ഥത്തിൽ മാജിക് മൈൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ മാജിക് മൈൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിക്കുന്ന ഈ ഇത്തരം പരിപാടികളെ സോൾ അവേക്കണിംഗ് പ്രോഗ്രാം, അതുപോലെ തന്നെ മിറാക്കിൾ, അത്ഭുതകരമായ പ്രഭാത സഞ്ചാരത്തിലൂടെ നമ്മുടെ ആത്മാക്കൾ എല്ലാവരുടെ കൂട്ടമായ ഒരു സഞ്ചാരത്തിലൂടെ നമുക്ക് ഈ ആത്മാവിനെ സംസ്കരിച്ച് പരിവർത്തിപ്പിച്ച് നമുക്ക് എല്ലാ വേദനകൾക്കും ദുഃഖങ്ങൾക്കും അപ്പുറം ആശ്വാസവും സമാധാനവും സന്തോഷവും വിജയവും കണ്ടെത്താൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതിന് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ പ്രാപ്തമാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അവർ ഈ പ്രോഗ്രാം തുടർന്ന് നടത്തുന്നതിന് വേണ്ടി ഷൈൻ സാറിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആണ് അഹമ്മദ് സാർ തന്നതല്ലേ. എല്ലാ കോലാഹലമുള്ളപ്പോഴും എല്ലാ പ്രശ്നങ്ങളുള്ളപ്പോഴും എങ്ങനെയാണ് മനസ്സിനെ ശാന്തമാക്കി നിർത്താൻ കഴിയുന്നത്. എല്ലാവർക്കും ഈ അത്ഭുതത്തിന്റെ പുലർക്കാല യാത്രയിലേക്ക് സ്വാഗതം. സൗണ്ട് തികയാൻ വേണ്ടി നിന്നതാ, സൗണ്ട് തികഞ്ഞു. ഓക്കെ, സൗണ്ട് തികയാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഞാൻ എന്നെങ്കിൽ സാറ് സ്റ്റാർട്ട് ചെയ്യാത്തെന്ന് വിചാരിച്ചിട്ടല്ലേ നിങ്ങളിരുന്നേ. രാവിലെ എത്തണ എല്ലാ സോൾസും എത്തണ്ടേ, രണ്ടുപേരും വരാൻ വൈകി. എനിക്കറിയാം, ഇത് എല്ലാവർക്കും ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തരണ്ട. നിങ്ങൾ ഒരു പ്രത്യേക പ്രോസസ്സിലാണുള്ളത്. നിങ്ങളുടെ ആത്മാവിന് വരും കാലത്തായിട്ട് നിങ്ങൾ തയ്യാറാകുകയാണ്. നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾ 4-5 വർഷം മുമ്പിലാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു കൺഫ്യൂഷൻ. 5 വർഷം മുമ്പാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്. വരാനിരിക്കുന്ന 5 വർഷം മുമ്പാണ് നിങ്ങളുടെ യാത്ര. ലോകത്ത് യൂണിവേഴ്സ്, പ്രപഞ്ചം, ഈശ്വരൻ, ദൈവം, അള്ളാഹു എന്നൊക്കെ എല്ലാവരും അഭിസംബോധന ചെയ്യുന്ന, മതങ്ങളെ കാണാത്ത, സൃഷ്ടാവിനെ മാത്രം കാണുന്ന ഒരു ടൈം വരാൻ പോകുന്നുണ്ട്. ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും നാളുകൾ വരാൻ പോകുന്നുണ്ട്. എല്ലാ കലുഷിതമായ അന്തരീക്ഷത്തിൽ നിങ്ങൾ അതിൽ മുമ്പേ എത്തിപ്പെട്ട ആളുകളാണ്. കുറച്ച് മുമ്പായി പോയി അല്ലെ. അതാണ് കൺഫ്യൂഷൻ. എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ജീവിതത്തിൽ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. കാരണം ലോകം മാറുമ്പോൾ മനുഷ്യൻ മാറും. ലോകക്രമം മാറുമ്പോൾ മനുഷ്യന്റെ ക്രമം മാറും. ലോകത്തെ അവയർനെസ് മാറുമ്പോൾ മനുഷ്യന്റെ അവയർനെസ് മാറും. ഒരു 20 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 30 വർഷം മുമ്പ് ലൈഫ് കോച്ചിങ് അല്ലെങ്കിൽ മോട്ടിവേഷൻ അല്ലെങ്കിൽ അവയർനെസ്, ലോ ഓഫ് അട്രാക്ഷൻ, NLP, EFT ഇതൊക്കെ കേട്ടിട്ടുള്ള എത്ര പേരുണ്ട്? 30 വർഷം മുമ്പ്. പ്രായമുള്ളവരോടായിട്ട് ഞാൻ ചോദിക്കണേ, ചെറുപ്പക്കാരോടല്ല. ആരും കേട്ടിട്ടില്ല. അങ്ങനെ സംഭവത്തെ കുറിച്ച് തന്നെ ആർക്കും അറിയാൻ പാടില്ല അല്ലേ. അന്ന് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തോണ്ട് പോടാ നിന്റെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട്
കാരണവന്മാരെ അടിച്ച് പുറത്താക്കിയാണ്. അത് തന്നെയാണ് ഇപ്പൊ ഈ സോൾ അവേക്കനിങ്ങിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു 5 വർഷം മുമ്പേ നിങ്ങൾ യാത്ര ചെയ്യാണ്. 5 വർഷം മുമ്പ് നിങ്ങൾ അന്ന് നേടേണ്ട പീസ്, അന്ന് നേടേണ്ട സമാധാനം, അന്ന് നേടേണ്ട സന്തോഷം ഇപ്പൊ നേടുകയാണ്. നിങ്ങൾ അഡ്വാൻസ്ഡ് ആണ്. അതാണ് ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. അഡ്വാൻസ്ഡ് ആണ്. ആർക്കൊക്കെ ഇതിൽ മുറുക്കെ പിടിച്ച് നിൽക്കാൻ കഴിയുന്നുവോ അവർ രക്ഷപ്പെട്ടു. ആർക്കൊക്കെ ഇതിൽ മുറുകെ പിടിച്ച് നിൽക്കാൻ കഴിയുന്നോ അവർ രക്ഷപ്പെട്ടു. അവരുടെ ലൈഫില്, അവരുടെ ഇമോഷൻസില്, അവരുടെ ഇമോഷണൽ ബ്ലോക്കേജുകളിൽ ആർക്കൊക്കെ ഇതിനകത്ത് കടിച്ചു തൂങ്ങി പിടിച്ച് നിൽക്കാൻ കഴിയുമോ, പല പ്രതിസന്ധികൾ ഉണ്ടാവും. രാവിലെ എഴുന്നേക്കാൻ പറ്റാത്ത പ്രതിസന്ധി, കൃത്യസമയത്ത് പങ്കെടുക്കാൻ പറ്റാത്ത പ്രതിസന്ധി, പലതും ഉണ്ടാവും. ഇതിനെല്ലാം തരണം ചെയ്ത് ആരെല്ലാം മുറുകെ പിടിച്ച് നിൽക്കുന്നുവോ അവരുടെ ഭയം നീങ്ങും, അവരുടെ ഭയം പോവും, സമാധാനം ഉണ്ടാവും. ശാശ്വതമായ സമാധാനം. ഇടയ്ക്ക് വന്നു പോകുന്ന സമാധാനം, ശാശ്വതമായ സമാധാനം. ഇന്നുപോലെ നമ്മൾ നേരത്തെ ആട്ടോ നമ്മുടെ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും കയറാനുണ്ടെങ്കിൽ കയറാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജ് 6:20, 6:30 കയറിക്കോളാം. 6:35 നമ്മൾ സ്റ്റാർട്ട്. അടുത്ത ഞായറാഴ്ച നമ്മുടെ മാസ് അവേക്കനിങ് പ്രോഗ്രാം ഉണ്ട്. അടുത്ത ഞായറാഴ്ച രാത്രി 8 മണി. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ കുറച്ചുകൂടി സൂപ്പർ ആയിട്ടുള്ള സംഭവം. ഓക്കെ, നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ കെട്ടുപാടുകളും മോചിപ്പിക്കാൻ കഴിയും. കൂടോത്രോ മന്ത്രവാദോ എന്നാ പ്രശ്നമാണേലും എന്ത് തടസ്സമാണേലും ഓക്കെ, ഇതൊക്കെ ലക്ഷങ്ങൾ വാങ്ങിയ ആൾക്കാർ കൊടുക്കണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പങ്കെടുത്തോളാം. ഫ്രീ ആയിട്ട് തരുമ്പോ കൃത്യമായിട്ട് പങ്കെടുത്തോളണം. കിട്ടണത് വാങ്ങിച്ചോളണം. അല്ലെങ്കിൽ നിങ്ങൾ പുറത്തൊക്കെ അന്വേഷിച്ച് നോക്കും. പല ആൾക്കാരും പല പേരിലും പല ഇതിലും വിറ്റുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് അടുത്ത ഞായറാഴ്ച ഒരാളെ കൊണ്ടുവരണം. ഒരാളെ കൊണ്ടുവരണം. ഓക്കെ, നിങ്ങൾ വേറൊരാളെ കൊണ്ടുവരണം. ഇത് ഈ പ്രോഗ്രാമിന്റെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരസ്യം, ഇതിന്റെ ഫീഡ്ബാക്കും ഇതൊക്കെ വച്ചിട്ട് ഒരു പരസ്യം കൊടുത്താൽ നാളെ ഇതിനകത്ത് 1000 പേര്. പിന്നെ നിങ്ങൾക്കൊന്നും ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. പക്ഷെ അത് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ് ഈ ഗ്രാജുവലായിട്ട് വരട്ടെ എന്നാണ്. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കി. ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ ചെവിയിലേട്ടല്ല. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നത് ചെവി കൊണ്ടല്ല. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ ഹൃദയം കൊണ്ടാണ്. ശ്രദ്ധിച്ച് കേട്ടില്ല. ചെവി കൊണ്ടല്ലാത്തത് തന്നെ ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ അതിന്റെ പുറത്തുള്ള കാര്യം മാത്രമേ നിങ്ങൾ കേൾക്കുന്ന കാര്യം മാത്രം കേട്ട് കഴിഞ്ഞാൽ കാര്യങ്ങളെ പൂർണ്ണമായി ഗ്രഹിക്കാൻ പറ്റാതെ ഹൃദയം കൊണ്ട് കേൾക്കുക. നിങ്ങൾ ജനിച്ചു വീണപ്പോൾ മുതൽ കേട്ടുകൊണ്ടിരുന്നത് ഹൃദയം കൊണ്ടാണ്. പക്ഷെ ഹൃദയം കൊണ്ട് കേൾക്കുന്നത് ഉറക്കെ വിളിച്ചു പറയില്ല. അത് എപ്പോഴും ഒരു മന്ത്രണമായിരിക്കും. ഉറക്കെ വിളിച്ചു പറയില്ല. നിത്യതയുടെ ഹൃദയത്തിൽ നിന്നും അനന്തതയിൽ നിന്നും വരുന്ന ഒരു മന്ത്രം. ഇത് പ്രത്യേകിച്ച് അത്ഭുത ശക്തിയോ ഇതിനകത്ത് മാന്ത്രികതയോ മാജിക്കോ ഒന്നുമില്ല. നിങ്ങളുടെ ആത്മാവിനോട് എന്റെ ഒരു ആത്മാവാണ് സംസാരിക്കും. കുറച്ച് പ്രകാശം കൂടിയ ഒരു ആത്മാവാന്ന് കൂട്ടിക്കോ, വേറെ ഒന്നുമില്ല. എല്ലാവരുടെയും സോള് തന്നെ. ഭഗവാനും ഈശ്വരനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാനിതൊന്നും പറയണ്ടെന്ന് പറഞ്ഞാൽ എന്റെ വായിലിത് ആർക്കും അറിയാമോ ഭഗവാനും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസം? താങ്ക് യു ജാസ്മിൻ. തീർച്ചയായിട്ടും ഒരിക്കൽ ഒരു മഞ്ഞു മൂടിയ മാമലകളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമത്തില് അമിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ജീവിച്ചു. പെൺകുട്ടിയുടെ മനസ്സ് എപ്പോഴും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് നിത്യമായ സത്യം, എന്താണ് ആത്മാവിന്റെ രഹസ്യം, അറിയാനുള്ള തീവ്രമായ ആഗ്രഹം. ലോകം മുഴുവൻ അലയുകയാണ് മനസ്സ്. എന്താണെന്നറിയണം ആത്മാവിന്റെ രഹസ്യം, എന്താണെന്നറിയണം സോളിന്റെ രഹസ്യം, എന്താണെന്നറിയണം സമാധാനത്തിന്റെ രഹസ്യം, എന്താണെന്നറിയണം സന്തോഷത്തിന്റെ രഹസ്യം. നമ്മൾ ഒരുപാട് തെരഞ്ഞു നോക്കി. പക്ഷേ ഇപ്പോഴെല്ലാം ഒരുപാട് അധ്യാപകന്മാരുടെ അടുത്ത് പോയി, ഒരുപാട് കോഴ്സുകൾ നോക്കി, ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ നോക്കി. ആരെയൊക്കെ കണ്ടുപിടിച്ചാലും കുറച്ചു നേരത്തേട്ട് മാത്രം അത് നിലനിൽക്കും. അത് കഴിയുമ്പോൾ മേഘങ്ങൾ മറച്ച നക്ഷത്രങ്ങളെ പോലെ അത് അകലെയാണ് എന്നിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. സത്യം, സമാധാനം, സന്തോഷം എപ്പോഴും അകലെയാണല്ലോ നിൽക്കുന്നത് എന്ന് തോന്നി. ഒരിക്കൽ ഒരു ജ്ഞാനിയായ ഒരു സ്ത്രീ അമീയോട് പറഞ്ഞു, ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വനമുണ്ട്, വലിയ കാടുണ്ട്. നിത്യതയുടെ മന്ത്രിക്കുന്ന, സത്യത്തെക്കുറിച്ച് മന്ത്രിക്കുന്ന ഒരു പ്രത്യേക കാടാണത്. ഒരു അത്ഭുത ശേഷിയുള്ള കാട്. അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നീ അന്വേഷിക്കുന്ന ഈ നിത്യത, സന്തോഷം, സമാധാനം, സത്യം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അമിയയുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവളുടെ ആത്മാവ് പ്രതീക്ഷയാൽ നിറഞ്ഞു, അതിശക്തമായ പ്രതീക്ഷയാൽ. അങ്ങനെ അവൾ ആ സുന്ദരമായ ആ രഹസ്യം നിൽക്കുന്ന, ആ സത്യം നിൽക്കുന്ന ആ കാടിനകത്തേട്ട് യാത്ര. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇതെല്ലാം വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള എല്ലാ കാടുകളും പോലെ തന്നെയാണല്ലോ ഇത്. മരങ്ങളുണ്ട്, പക്ഷികൾ പാട്ടുപാടുന്നുണ്ട്,
പോകുന്ന വഴികളിൽ ഇലകൾ വീണ് കിടക്കുന്നുണ്ട്. ചെറിയ കാറ്റ് തഴുകി വരുന്നുണ്ട്. ഒന്നിനും ഒരു വ്യത്യാസമില്ലല്ലോ, ഒന്നിനും ഒരു വ്യത്യാസമില്ലല്ലോ. ഇതിൽ വന്നിട്ട് കുറെ ദിവസമായിട്ടും ഈ അത്ഭുത യാത്രയിൽ പങ്കെടുത്തിട്ട് ഒന്നും ഫീൽ ചെയ്യാത്ത ആളുകൾക്കാണ് ഞാൻ ഈ കഥ പറഞ്ഞു കേട്ടോ. ഫീൽ ചെയ്ത ആൾക്കാർക്കല്ല. ചിലരൊക്കെ മസിൽ പിടിച്ചിരുന്നിട്ട് അവർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞു തുടങ്ങി. ചില മസിൽ പിടിച്ചിരുന്നാലും ചില സമയത്ത് കിട്ടും. എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ മസിൽ വിടുമ്പോഴാണ് കിട്ടും. ഇല്ല അല്ല 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 റബീന മാം, അതല്ല. അങ്ങനെ ഇവിടെ വന്നിട്ടും ഇതൊക്കെ തന്നെയാണല്ലോ, വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. ഈ കാട്ടിൽ പോയിട്ടും ഞാൻ കേൾക്കുന്നത് കിളികളുടെ ശബ്ദമാണ്, കാടിന്റെ ആ ഒരു ഇരുളിമയാണ്, ഇലകൾ ആടുന്നതാണ്, പ്രകൃതിയുടെ സാധാരണ ശബ്ദം മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ, വേറൊന്നും ഞാൻ കേൾക്കുന്നില്ല. 10-15 ദിവസം അമിയ യാത്ര ചെയ്തു. 10-15 ദിവസം അമിയായി സന്തോഷവും സമാധാനവും തേടി യാത്ര. എന്നിട്ടും ഈ പറയുന്നതൊന്നും കിട്ടുന്നില്ലല്ലോ. അങ്ങനെ യാത്ര ചെയ്ത് അമിയ വളരെ ക്ഷീണിച്ചു, നിരാശയായി. എല്ലാവർക്കും കിട്ടുന്നുണ്ട്, എനിക്ക് കിട്ടുന്നില്ല. അവിടെ വന്നവർക്കൊക്കെ കിട്ടി എന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല. അവസാനം തളർന്ന അവശയായി അവൾ തന്റെ തിരച്ചിൽ, എന്താണ് കിട്ടാൻ പോകുന്നത്, എന്താണ് എനിക്ക് കിട്ടാൻ പോകുന്നത്, ഇവിടെ എന്തോ അത്ഭുതം കിട്ടാൻ പോവുകയാണ് എന്ന തിരച്ചിൽ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. എന്തോ ആകാംക്ഷ, എന്തോ കിട്ടുമെന്ന ആകാംക്ഷ. ആ കാടും അങ്ങോട്ട് പറഞ്ഞു വിട്ട ജ്ഞാനിയായ സ്ത്രീയും പറഞ്ഞിരുന്നു, നീ ഒന്നും പ്രതീക്ഷിക്കരുത്. എപ്പോഴും പ്രതീക്ഷയോടുകൂടി അലഞ്ഞ അമിയ നിരാശയിൽ ഒരു മരത്തിൽ ചാരിയിരുന്നു, ക്ഷീണിതയായി. തന്റെ മുഴുവൻ തിരച്ചിലും എന്താണ് കിട്ടാൻ പോകുന്നത് ക്ഷീണം കൊണ്ട് അവളുടെ ചിന്തകൾ ശാന്തമായി, അവളുടെ ഹൃദയം നിശ്ചലമായി. അതിയെ ക്ഷീണിച്ച് കണ്ണും ചാരിയിരുന്ന് നിശ്ചലമായിരുന്ന അവൾക്ക് വായുവിൽ നിന്നും മൃദുവായൊരു ശബ്ദം ഉയർന്നു വരുന്നത് പോലും. ആ ശബ്ദം എങ്ങനെയായിരുന്നു? കുഞ്ഞെ, നീ എന്നെ ശബ്ദമുള്ളിടത്ത് അന്വേഷിക്കുന്നു, പക്ഷെ ഞാൻ നിശബ്ദതയിൽ ഏറ്റവും വലിയ സത്യങ്ങൾ, ലോകത്തെ ഏറ്റവും വലിയ സത്യങ്ങൾ ഉച്ചത്തിൽ ഒരിക്കലും ഉച്ചരിക്കപ്പെട്ടിരുന്നില്ല, ശബ്ദമുണ്ടായിരുന്നില്ല. അത് മന്ത്രിക്കുകയായിരുന്നു. എന്നെ കേൾക്കാൻ നീ നിശബ്ദനാകണം. എന്നെ കേൾക്കണമെങ്കിൽ നീ നിശബ്ദനാകണം. നിന്റെ യഥാർത്ഥ മനസ്സിന്റെ പവർ, നിന്റെ യഥാർത്ഥ മൈൻഡിന്റെ പവർ ഞാൻ ഈ ലൈഫ് കോച്ചിങ് തുടങ്ങിയ അന്ന് മുതൽ ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. ഭൂമിയിൽ ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ, അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്, ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്, യഹോവ പ്രത്യേക കഴിവ് നൽകി. ഈ ശബ്ദം കേട്ടതും അമിയ തന്റെ ഭ്രാന്തമായ തിരച്ചിൽ ഉപേക്ഷിച്ചു. അവൾ പൂർണ്ണമായിട്ടും വെറുതെ ഇരുന്നു. അവൾ ശ്വസിച്ചു, ഹൃദയം കൊണ്ട് ശ്രദ്ധിച്ചു, തന്റെ ഹൃദയത്തിന്റെ ഇടിപ്പുകളിലേക്ക് ശ്രദ്ധിച്ചു. പെട്ടെന്ന് അവൾക്ക് ആ കാട് മാറി തോന്നാൻ തുടങ്ങി. ഇത്രയും നേരം കേട്ടിരുന്ന കാടിനെ മാറി ആ അനങ്ങുന്ന ഇലകൾ വിശുദ്ധമായ സ്തുതിഗീതങ്ങളായി, പക്ഷികളുടെ പാട്ടുകൾ പുതിയ അറിവുകൾ പഠിപ്പിക്കുന്ന സംഗീതമായും, ജ്ഞാനത്തിന്റെ മൃദുലമായ ഒരു തഴുകൽ അവൾക്ക് ഫീൽ ചെയ്യാൻ. വീണ്ടും അവളുടെ കാതിൽ ഒരു മന്ത്രണം വന്നു, പ്രിയാത്മാവേ, പുണ്യാത്മാവേ, ഞാൻ എപ്പോഴും നിന്നോടുകൂടി. ഞാൻ നിന്റെ സ്വന്തം ശബ്ദമാണ്. ഞാൻ നീ ആവശ്യപ്പെടാത്ത സ്നേഹമാണ്. എന്നാൽ നിന്റെ ഒപ്പം എപ്പോഴുമുള്ള സ്നേഹമാണ്. ആർക്കും കീഴടക്കാൻ കഴിയാത്ത ജ്ഞാനമാണ്. നിശബ്ദതയിൽ സദ്നമായി നിന്നോട് ചേർന്ന് നിൽക്കുന്ന, നിന്റെ ഹൃദയത്തോട് ഒട്ടി നിൽക്കുന്ന സത്യമാണ്. ഇത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ആ തിരച്ചിൽ, നിങ്ങൾ തിരയുന്ന തിരച്ചിലുണ്ടല്ലോ, അത് നിർത്തിയാൽ മതി. അമിയ അവിടെ പുഞ്ചിരിച്ചു. അവളുടെ കണ്ണുകളിൽ സന്തോഷാശ്രു, എന്തിനെന്നറിയാതെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകാൻ തുടങ്ങി. ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലായി, ഇപ്പോഴാണ് ഞാൻ ആ രഹസ്യം കണ്ടെത്തിയത്. ചുറ്റുമുള്ള ലോകത്തല്ല, അന്വേഷിക്കുന്ന തിരച്ചിലല്ല, സ്വന്തം അസ്തിത്വത്തിലേക്കുള്ള ശാന്തതയുടെ ആഴങ്ങളിലാണ് ആ പ്രപഞ്ച സത്യം കുടികൊള്ളുന്നത് എന്നുള്ള സത്യമാണ് അമിയ മനസ്സിൽ. നിങ്ങൾ ഓരോരുത്തരും ആ സത്യം എല്ലാവരും അന്വേഷിക്കുകയാണ്, എവിടെയാണ് സമാധാനം, എവിടെയാണ് സന്തോഷം. ആ ക്ലാസ്സിൽ പോവാം, ഈ ക്ലാസ്സിൽ പോവാം, ആ കോഴ്സ് പഠിക്കാം, എനിക്ക് വലിയ ഇതാകണം, വലിയൊരു നിങ്ങളുടെ പ്രതീക്ഷകൾ, പ്രത്യാശകൾ. ഈ ലോകം നമ്മൾ അതിനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. തിരക്കിലോടാൻ, കുതിക്കാൻ, നേടിയെടുക്കാൻ, വെട്ടിപ്പിടിക്കാൻ, ആളുകൾ കൈയടിക്കുന്ന കരഘോഷങ്ങളിൽ ആഹ്ലാദിക്കാൻ. കൈയടിച്ചാലും ആ കരഘോഷങ്ങളിൽ മാത്രമേ നമുക്ക് ആഹ്ലാദം കിട്ടൂ. ആരെങ്കിലും നമ്മളെ പുകഴ്ത്തി പറഞ്ഞാൽ മാത്രമേ കിട്ടൂ എന്നാണ് നമ്മളെ വിമർശിക്കാൻ വേണ്ടി മാത്രം ഇവിടെ വന്ന് കാണുന്ന എത്ര പേരുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അത് കഴിഞ്ഞ് പുറത്തുപോയി വിമർശിക്കുന്ന എത്ര പേരുണ്ടെന്നറിയാം. എന്താണ് സത്യം എന്നറിയാതെ, എന്താണ് ഇത് ലൈഫ് കോച്ചിങ് എന്നറിയാതെ, എന്താണ് യഥാർത്ഥ മൈൻഡ് പവർ എന്നറിയാതെ. മൈൻഡ് പവറിനെ, ഇമോഷനെ പഠിപ്പിക്കുന്നവർ പോലും സ്വന്തം ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. സൈക്കോളജി പഠിപ്പിക്കുന്നവർക്ക് പോലും സ്വന്തം ഇമോഷനെ, പഠിപ്പിക്കുന്നവർക്ക് ഭയങ്കര ഡിഗ്രികൾ, 8-10 ഡിഗ്രി ഉള്ളവർ ടെൻഷൻ കൊണ്ട് അലറുകയാണ്. അവിടെയാണ് നിങ്ങൾ ഈ സമാധാനം അനുഭവിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിന്റെ കണ്ടീഷൻ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 5 മിനിറ്റ്, ഒരു 3-4 മിനിറ്റും കൊണ്ട് നമ്മുടെ സോൾ അവേക്കനിങ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഇവിടെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ മനസ്സിനെ നിശ്ചലമാക്കിയാൽ
അവിടെ നിങ്ങൾക്കൊരു മാർഗനിർദ്ദേശം, നിങ്ങളുടെ യഥാർത്ഥ കീഴടങ്ങൽ, ഞാനെന്ന ഭാവം, ഞാൻ ഈ പറഞ്ഞ തിരക്കുകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അത് ഇത് എല്ലാം നിങ്ങൾ കുറച്ചു നേരം ഇവിടെ ഒഴിവാക്കി വെച്ച് കീഴടങ്ങിയാൽ, നിങ്ങൾ കംപ്ലീറ്റ്ലി സറണ്ടർ ആയാൽ, നിങ്ങൾ ഈ പ്രപഞ്ചത്തിന് മുന്നിൽ, യൂണിവേഴ്സിന് മുന്നിൽ, യൂണിവേഴ്സ് എല്ലാം കൊണ്ടുവന്ന് തരുമെന്നല്ലേ ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിക്കുന്നത്. നിങ്ങളെ യൂണിവേഴ്സിന് മുമ്പിൽ, പ്രപഞ്ചത്തിന് മുമ്പിൽ, ഈശ്വരന് മുമ്പിൽ, സൃഷ്ടാവിന് മുമ്പിൽ, നിങ്ങൾ ആരാണോ ആ സുപ്രീം പവർ, സൃഷ്ടാവ്, ദൈവം, ഈശ്വരൻ, അവിടെ നിങ്ങളെല്ലാം സമർപ്പിച്ച് കുറച്ചു നേരം ഇരുന്നാൽ, നിങ്ങൾ യഥാർത്ഥ നിശബ്ദതയിലേക്ക് വന്നാൽ, ഞാൻ നിങ്ങളെ വഴി കാണിച്ചു കൊണ്ട് 10 രൂപ ദാനം കൊടുത്തിട്ട് വന്നെന്ന് പറഞ്ഞിട്ട് കൊടുത്ത എത്ര പേരുണ്ട്? എല്ലാരും കൊടുത്തിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. കൊടുത്ത എത്ര പേരുണ്ട്? ഇനിയും കൊടുക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 10 രൂപ നിങ്ങൾ 10 രൂപ ഇന്ന് 10 രൂപ ആർക്കെങ്കിലും കൊടുക്കണം. നിങ്ങൾ ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഇതിനകത്ത് വന്നിട്ട് വീണ്ടും അതൊരു ശുദ്ധീകരണ പ്രക്രിയയാണ്, ഒരു ശുദ്ധീകരണമാണ്. ഒരു 10 രൂപ. ഞാൻ ഈ പറയുന്ന നിശബ്ദത എന്ന് പറയുന്ന സൈലൻസ് നിങ്ങളുടെ മനസമാധാനത്തിലേക്കുള്ള വാതിലാണ്. വാതിൽ, ഡോർ. ഞാൻ ഈ പറയുന്ന നിശബ്ദത എന്ന് പറയുന്നത് നിങ്ങളുടെ മനസമാധാനത്തിലേക്കുള്ള, നിങ്ങളുടെ സന്തോഷത്തിലേക്കുള്ള, നിങ്ങളുടെ ഇമോഷണൽ ബ്ലോക്കേജിലേക്കുള്ള, നിങ്ങളുടെ ആത്മാവിന്റെ ശക്തിയിലേക്കുള്ള വാതിലാണ്. വാതിൽ. ഗോ. നിങ്ങൾ എല്ലാ നിയന്ത്രണങ്ങളും വിടുക, എല്ലാം സറണ്ടർ ചെയ്യുക, എല്ലാം വിടുക, എല്ലാം സറണ്ടർ ചെയ്യുക, എല്ലാം നിങ്ങൾ ഇപ്പൊ മാറ്റിവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാലമാണ്. ഒരു പാലം ദിവ്യതയിലേക്കുള്ള ഒരു പാലമാണ്. നിശബ്ദത എന്ന് പറയുന്നത് ഒരു ഡോറാണ്. ഡോർ. ജുനൈദ് എന്ന് പറയുന്ന വലിയ സൂഫി വര്യൻ ഉണ്ടായിരുന്നു, ജുനൈദ്. അദ്ദേഹത്തിന് ഈ ദിവ്യജ്ഞാനം, ആത്മജ്ഞാനം കിട്ടുന്നതിന് മുമ്പ് അദ്ദേഹം എന്നും പള്ളിയുടെ മുമ്പിൽ പോയിരുന്നിട്ട് പ്രാർത്ഥിക്കും, എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ കേൾക്കുന്നില്ല? ഞാൻ എല്ലാം ഉപേക്ഷിച്ചു, ലോകം മുഴുവൻ ഉപേക്ഷിച്ചു, ഞാൻ എല്ലാത്തിനെയും ഉപേക്ഷിച്ചു, എന്തുകൊണ്ട് കേൾക്കുന്നില്ല? എന്തേ നിന്റെ വാതിൽ തുറക്കാത്തത്? എന്തേ നിന്റെ കാരുണ്യത്തിന്റെ വാതിൽ തുറക്കാത്തത്? ഞാൻ എല്ലാം ഞാൻ ഉപേക്ഷിച്ചു. എനിക്ക് സന്തോഷം, സമാധാനം, എനിക്ക് നിത്യമായ സത്യവും അറിഞ്ഞാൽ മതി, എനിക്ക് പരമാനന്ദം മതി, ഞാൻ എല്ലാം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ അലറി വിളിക്കുമായിരുന്നു ഒരു പള്ളിയുടെ മുമ്പിൽ വന്ന്. ഒരു ദിവസം സൂഫി വരിയായ റാബിയ അദവിയ അത് കേട്ടുകൊണ്ട് വരും. ഉടനെ അവിടെ കിടന്ന് വലിയൊരു വടി എടുത്തിട്ട് പുറത്തിട്ട് അങ്ങ് അടിക്കാൻ തുടങ്ങി ജുനൈദിന്റെ. സ്ത്രീ, നിങ്ങൾക്കും ഭ്രാന്താണോ? ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ, നമ്മളെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെയാണോ ഇങ്ങനെ നിങ്ങൾ ഒരു പത്തലെടുത്ത് അടിക്കുന്നത്? നിങ്ങൾക്കത് വിവരമില്ലേ? നിങ്ങൾക്കൊരു ബോധമില്ലേ? ഉടനെ റാബിയ പറഞ്ഞു, നീ കണ്ണു തുറന്നു നോക്ക്, ആ വാതിൽ തുറന്നു കിടക്കണ്ട, നീ മിണ്ടാതിരി, ആദ്യം നിന്റെ ശബ്ദത്തെ നിയന്ത്രിക്ക്. അതാണ് നിശബ്ദത. ആ നിശബ്ദത വരുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വാതിൽ തുറങ്ങുക, അല്ലാതെ അലറി വിളിക്കുമ്പോഴല്ല. ആ നിശബ്ദതയിൽ നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയത്തിൽ ശ്രദ്ധിക്കുമ്പോൾ, നിങ്ങളുടെ നിശബ്ദതയിൽ ആ വാതിൽ ഓപ്പണാണ്. നിങ്ങളെല്ലാം വിട്ട് സറണ്ടർ ചെയ്യുമ്പോൾ ഒരു പാലം തെളിഞ്ഞു വരും. ആ പാലത്തിലൂടെ, ആ നിശബ്ദതയിലൂടെ നിങ്ങൾ ദിവ്യമായ ഒന്നിനെ ആഗിരണം ചെയ്യും, ദിവ്യമായ ഒന്നിനെ സ്വീകരിക്കും. അതാണ് ഈ സോൾ അവേക്കനിങ് പ്രോസസ്, നിങ്ങളുടെ മനസമാധാനത്തിന്റെ രഹസ്യം. ബാക്കി നമുക്ക് പ്രോസസ്സ് ചെയ്തിട്ട് സംസാരിക്കും. ഓക്കെ, അപ്പോ എല്ലാവരും സോൾ അവേക്കനിങ് പ്രോസസ്സിന് വേണ്ടി ഒന്ന് റെഡി ആവുക. ശ്വാസം ഒന്ന് ദീർഘമായിട്ടൊന്ന് എടുത്തു വിടുക.